Welcome to my channel. Hi. Hi. എൻ്റെ ബേബിയുടെ ഹാഫ് ബർത്ത്ഡേ ആണ്. ഹാപ്പി ഹാഫ് ബർത്ത്ഡേ ടു യു. So everyone, this is me Shika and this is my baby Emma aka കുഞ്ഞിപ്പൂവ്. അമ്മാസ് കുഞ്ഞിപ്പൂവ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പം നമുക്കൊരു സ്പെഷ്യൽ ലാമ്പ് കറി വെച്ച് സ്റ്റാർട്ട് ചെയ്താലോ ഈ വ്ളോഗ്. സോ ഞാൻ അതിനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലാമ്പും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനെല്ലാം ഉണ്ടാക്കുന്നത് ഇച്ചായനാണ് ഉണ്ടാക്കുന്നത്. ജസ്റ്റ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം ജോലി കഴിഞ്ഞിട്ടായിരിക്കും ആൾ ഇത് കുക്ക് ചെയ്ത് തരുന്നത്. കാരണം ലാമ്പ് കറി സ്പെഷ്യലിസ്റ്റ് അങ്ങോരാണ്. കാണത്തില്ല. ഷാൻജിയോയുടെ കുക്കിംഗ് സ്പെഷ്യൽ ലാമ്പ് കറി. അതെ. കുക്കറിൽ വെച്ചേക്കുവാണോ? കുക്കറിൽ വെച്ചേക്കുവാണ് ഗൈസ്. സോ ആരാ നമ്മളെ ജോയിൻ ചെയ്തെന്ന് നോക്കിയേ. ആൾ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഇരിക്കുകയുള്ളൂ. എൻ്റെ കൂടെ സ്പെഷ്യലി എൻ്റെ കൂടെ മാത്രമേ ഇരിക്കുകയുള്ളൂ. അപ്പോൾ പപ്പ ഹോൾഡ് ചെയ്തേക്കുമായിരുന്നു. പപ്പ കൊണ്ടുവന്ന് തന്നു, കരയുമായിരുന്നു ആൾ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ചില്ലിങ് ടൈമൊക്കെ ആയിരുന്നു അതിനിടയ്ക്ക്. ലാമ്പ് കുക്കറിലുണ്ട്, അതിനിടയ്ക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതൊന്നും എടുക്കാൻ പറ്റിയില്ല എനിക്ക് വീഡിയോ. ഇത് ഞാൻ തലേദിവസം എടുത്ത ക്ലിപ്പിങ്സ് ആണ് കേട്ടോ. കുഞ്ഞാപ്പി അങ്ങനെ ബർത്ത്ഡേയുടെ ദിവസമായി. ഇന്ന് നമ്മൾ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെയും ഫാമിലിനെയും വിളിച്ചിട്ടുണ്ട്. ഇച്ചിരി കരച്ചിലാണ് ആൾ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിടയ്ക്ക് താഴെ വെക്കുന്നുണ്ട് ഫുഡ് ഉണ്ടാക്കാനും അങ്ങനെയൊക്കെ. അപ്പം ആൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. കാരണം ആളൊരു വെൽക്രോ ബേബിയാണ്. ഓർക്കുന്നുണ്ട്. സോ ഞാനിപ്പോൾ ഇവക്ക് കുറുക്ക് കൊടുക്കാൻ പോവാം. അത് കഴിയുമ്പോഴത്തേക്കും ഫുഡ് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പം തന്നെ ഓൾറെഡി ലേറ്റായി. എല്ലാം കൂടെ കഴിയുമെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് നോക്കാം. ഓക്കെ. കുഞ്ഞിന് കുറുക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ചെറുതായിട്ട് വിശന്നു. ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാനൊരു സ്മൂത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സ്ട്രോബെറി, ബനാന, ഓവർനൈറ്റ് ചെയ്യുക എല്ലാം വെച്ചിട്ട് ഞാനൊരു സ്മൂത്തി ഉണ്ടാക്കി. അത്യാവശ്യം ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്. ഇത് കണ്ടോ, കുറുക്കുണ്ടാക്കിയപ്പോഴും സ്മൂത്തി ഉണ്ടാക്കിയപ്പോഴും ഒക്കെ എൻ്റെ കളിയിലായിരുന്നു ആൾ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ച് പ്രിപ്പയർ ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റേക്ക് എടുത്തിട്ടുണ്ട്. ബീഫ് സ്റ്റേക്കാണ്. അവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ കാനഡയിൽ ബീഫിനൊക്കെ ഭയങ്കര റേറ്റാണ്. നാട്ടിലെ പോലത്തെ പരിപാടികളൊന്നും ഇവിടെ നടക്കത്തില്ല. ഭയങ്കര റേറ്റ് ആണെങ്കിലും ഞങ്ങൾ വല്ലപ്പോഴൊക്കെ വാങ്ങിക്കാറുണ്ട്. ആ ബീഫ് കഴിക്കാനുള്ള കൊതി കൊണ്ടേ. സ്റ്റേക്ക് അവിടെ നിൽക്കട്ടെ, നമുക്കൊരു കേക്ക് ഉണ്ടാക്കിയാലോ. അതിനിടയ്ക്ക് ഞാനൊരു കേക്ക് ഉണ്ടാക്കാൻ പോയി. കുറച്ച് മിക്സ് ഉണ്ടായിരുന്നു. മിക്സിനകത്തേക്ക് കുറച്ച് പാല്, ഒരളവുണ്ട് കേട്ടോ. പാല്, ഓയില്, മുട്ട എല്ലാം വെച്ചിട്ട് ഞാനിങ്ങനെ മിക്സ് ചെയ്യും. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് അതിനകത്തേക്ക് ഒരു ചോക്ലേറ്റ് ചിപ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. ചിപ്പിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് നല്ല ജ്യൂസി ആയിട്ട്, നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും നല്ല ജ്യൂസി ആയിട്ട് ഫീൽ ചെയ്യും. സാധാരണ ഞാൻ ക്യാരറ്റ് കേക്ക്, വനില കേക്ക് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചു ചോക്ലേറ്റ് കേക്ക് ആവാമെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തീം സ്ട്രോബെറി ആൻഡ് വാട്ടർമെലനാണ്. സോ ചോക്ലേറ്റ് കേക്ക് ആകുമ്പോഴത്തേക്കും നമുക്ക് സ്ട്രോബെറീസൊക്കെ വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാമല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞ ചിപ്പറ്റ്സ്, മിൽക്ക് ചോക്ലേറ്റ് ചിപ്സാണ്. സോ നമ്മളിത് ആഡ് ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേക്കിന്. അവനിൽ കേക്കൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരാളെ ഞാൻ നോക്കാൻ പോയി. അപ്പോൾ ഇതാ പ്ലേപ്പനി കിടന്ന് കരയുവാണ്. വേറൊന്നും കൊണ്ടല്ല, ഞാൻ എടുക്കാത്തതുകൊണ്ട്. ഇതാണ് ഞാൻ പ്രിപ്പയർ ചെയ്ത ഐറ്റംസ്. ചിക്കൻ ടിക്ക മസാലയുണ്ട്, പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ട്. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ഡെക്കോർ, ഹാഫ് ബർത്ത്ഡേ ഡെക്കോർ. ഇച്ചായനാണ് ഇതെല്ലാം ചെയ്ത് ഡെക്കറേഷൻ മുഴുവനും. ഫ്ലവേഴ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഞാൻ അതെല്ലാം ബേസിൽ വെക്കുവാണ്.
നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന് യാതൊരു താല്പര്യമില്ലാതെയാണ് ഇരിക്കുന്നത്. കാരണം നല്ലപോലെ ഉറക്കം വരുന്നുണ്ട് ആൾക്ക്. പക്ഷേ എന്നാലും കുറേയൊക്കെ പിടിച്ചു തന്നു കേട്ടോ. ഫോട്ടോഷൂട്ടിനും എല്ലാത്തിനുമൊക്കെ ആൾ ഭയങ്കരമായിട്ട് കോർപ്പറേറ്റ് ചെയ്തു. പക്ഷേ ചിരിയൊന്നും കിട്ടിയില്ല ഞങ്ങൾക്ക്, കാരണം ഭയങ്കരമായിട്ട് സ്ലീപ്പി ആയിരുന്നു. അപ്പോൾ നമ്മൾ കൂടുതൽ കമ്പയർ ചെയ്യാനും പോയില്ല. ഇതൊക്കെയാണ് നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. എല്ലാവരോടും ഞാൻ റെഡ് ഓർ ഗ്രീൻ ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും അതുപോലെ അനുസരിച്ചിട്ടുണ്ട്. പിന്നെ ഈ വോയിസ് ഓവറിൽ എന്തായാലും നിങ്ങൾ എമ്മക്കുട്ടിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും. അവളും എൻ്റെ കൂടെ വോയിസ് ഓവർ ചെയ്യാനിരിക്കുന്നുണ്ട്. ഇതായിരുന്നു ഞങ്ങളുടെ ഔട്ട്ഫിറ്റ്. ഞങ്ങൾ ഗ്രീനാണ് ചൂസ് ചെയ്തത്. സെയിം കളർ സെയിം ഷെയ്ഡ് ഞങ്ങൾക്ക് എങ്ങനെയോ കിട്ടി. ഞങ്ങൾ വാട്ടർമെലൺ ഓർ സ്ട്രോബെറി തീം സെലക്ട് ചെയ്യാനുള്ള മെയിൻ കാര്യം അവൾക്കും കൂടെ ടേസ്റ്റ് ചെയ്യാൻ കിട്ടും എന്നുള്ള ഒറ്റ റീസൺ കാരണമാണ്. കാരണം 6 months ആവുമ്പം നമുക്ക് കൂടുതൽ ഓപ്ഷൻസ് ഒന്നുമില്ല അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. കേക്ക് എന്തായാലും കൊടുക്കാൻ പറ്റത്തില്ല. ഇത് ജസ്റ്റ് ഞങ്ങൾ അവൾ പിടിക്കുമോ എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തു നോക്കിയതാണ്. വാട്ടർമെലൺ ആണ് ഞങ്ങൾ കൊടുത്തത്. വാട്ടർമെലൺ ആയിരുന്നു നമ്മുടെ മെയിൻ കേക്ക്. മറ്റേ ചോക്ലേറ്റ് കേക്ക് ഞാൻ തന്നെ ബേക്ക് ചെയ്തത്, അത് ഗസ്റ്റിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി മാത്രം. വാട്ടർമെലൺ കുറച്ച് ടേസ്റ്റ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല, കക്കുന്ന പോലെ ആയിപ്പോയി. അന്നേരത്തേക്കും പിന്നെ ഞങ്ങൾ കൊടുത്തില്ല. ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. ഫ്രണ്ട്സും ഫാമിലിയും എല്ലാവരും വന്നു. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും ഡംഷാർട്ട്സൊക്കെ കളിച്ചു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നല്ല ബ്യൂട്ടിഫുൾ ഒരു ഡേ ആയിരുന്നു ഇന്ന്.